ഇവാനസിൽ ഞാൻ ഒരു ദിവസം ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോയപ്പോഴത്തേക്ക് നമ്മുടെ KSUക്കാർ സമരം നടത്തുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബൈക്ക് സൈഡാക്കിയിട്ട് ഞാൻ ഈ സമരത്തിൽ പങ്കെടുത്തു. പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്ന ജില്ല മലപ്പുറം, ഏറ്റവും കൂടുതൽ A+ കിട്ടുന്നത് മലപ്പുറം, ഏറ്റവും കൂടുതൽ +2 പരീക്ഷ എഴുതുന്ന മലപ്പുറം, ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന മലപ്പുറം. മലപ്പുറത്തെയാണ് വളരെ മോശമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞ കുറേ നാളുകൾ ശ്രമം നടത്തി. ഉമ്മൻചാണ്ടി സാറായിട്ടുള്ള കുറേ കഥകൾ, പിതാവിൻ്റെ കുറേ കഥകളുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥ എന്ന് വെച്ചാൽ, ട്രെയിനിൽ കൂടെ പോയപ്പോൾ ഞാൻ ഏതൊരു സമയത്ത് വർഗീയതകളെ ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു. പൊളിറ്റിക്സ് വരാൻ സമ്മതിച്ചോ? ഒരിക്കലും എന്നെ സമ്മതിച്ചിട്ടില്ല, ഒരിക്കലും എന്നെ സമ്മതിച്ചിട്ടില്ല. അതായത് പക്ഷേ ഞാൻ സ്കൂൾ തലത്തിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് രാഷ്ട്രീയം ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ബ്ലഡിൽ ഈ സാധനം ഉണ്ടല്ലോ രാഷ്ട്രീയം. അച്ഛൻ എപ്പോഴും സ്കൂളിൽ വന്നിട്ടുണ്ടോ? അതെനിക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. എന്നെ സ്കൂളിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പുള്ളി നമ്മളായിട്ടുള്ള വലിയ ബന്ധപ്പെടാരോ. പുള്ളി വീട്ടിൽ വരുമ്പോൾ കുറേ ചാണ്ടി, ഈ ഉമ്മൻചാണ്ടി സാർ എന്ന് പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു മഹാപ്രതിഭ, ഒരു വലിയ മനുഷ്യസ്നേഹി, അങ്ങനെ ഒരാളുടെ മകനായി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ കമ്പയർ ചെയ്യപ്പെടില്ലേ പിതാവുമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ? അതൊരു വലിയ സമ്മർദ്ദമായിട്ട് തോന്നിയിട്ടുണ്ടോ പലപ്പോഴും? അല്ല, തീർച്ചയായിട്ടും കമ്പാരിസൺ സ്വാഭാവികമാണ്. നമുക്ക് രണ്ടുപേർക്കും അതേ പ്രോബ്ലം കണ്ടേക്കാം. അതുകൊണ്ട് നമ്മൾ തുല്യ ദുഃഖിതരാന്ന് വേണേൽ പറയാം. പക്ഷെ ദുഃഖത്തിന് കാരണമില്ല താനും. കാരണം അച്ഛന്മാരോടല്ലേ കമ്പയർ ചെയ്യുന്നത്, അല്ലാതെ വേറൊരാളടുത്താണെങ്കിൽ നമുക്ക് ഒരു വിഷമം വരാം. ഇതിപ്പോൾ അച്ഛനായതുകൊണ്ട് ആ ഒരു വിഷമം വരേണ്ട കാര്യമില്ല. നമ്മുടെ തന്നെ ഭാഗമായിരുന്നു, നമ്മുടെ തന്നെ എന്താ പറയുക, എല്ലാമായിരുന്നു. അതുകൊണ്ട് അതൊരു ദുഃഖമില്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ എപ്പോഴും ഈ ഒരു കമ്പാരിസൺ വരും. അച്ഛനുണ്ടായിരുന്നെങ്കിൽ, പലരും വന്ന് പറയാറുണ്ട്, അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. അച്ഛൻ ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ചെയ്യുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് പക്ഷേ ആ സാഹചര്യമല്ല. അദ്ദേഹം MLA ആയ സാഹചര്യവും നമ്മൾ MLA ആയ സാഹചര്യവും രണ്ടും രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതും ഫെയർ അല്ല. കാരണം അന്നത്തെ സാഹചര്യം വേറെ, ഇന്നത്തെ സാഹചര്യം മൊബൈൽ ഫോൺ ഇല്ല, TV ഇല്ലാത്ത, കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത, യാത്ര ചെയ്യാൻ സൗകര്യം ഇല്ലാത്ത, പത്രവാർത്ത മാത്രമുള്ള ഒരു ലോകത്തായിരുന്നു. അപ്പം ആ ഒരു കമ്പാരിസനും ഫെയർ അല്ല. അപ്പോൾ പക്ഷേ സ്വാഭാവികമായ കമ്പാരിസൺ ഉണ്ട്. ആ കമ്പാരിസൺ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രവർത്തനം ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടി ചെയ്യുക, നമ്മുടെ മനസ്സാക്ഷിക്ക് ഒരു കുറ്റബോധം ഉണ്ടാവാതെ. ആൾക്കാർ പറയും, ആൾക്കാർ കമ്പയർ ചെയ്യും, ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ വിഷമം അവർ പറയും. പക്ഷെ നമ്മുടെ ഡ്യൂട്ടിയായി നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാനിതിനകത്ത് കാണുന്നൊരു സൊല്യൂഷൻ. അത് എനിക്ക് ഉമ്മൻചാണ്ടി സാർ എപ്പോഴും പറയുന്നൊരു വാക്ക് എനിക്ക് തോന്നി, സ്വന്തം മനസാക്ഷിയോട് നീതി പുലർത്തുക. അതാണ് ഉമ്മൻചാണ്ടി സാറ് എല്ലാ പ്രതിസന്ധിയിലും ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞൊരു കാര്യം. ഞാനിന്നൊരു വീഡിയോ കാണുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അസംബ്ലി പ്രസംഗങ്ങളൊന്നും പറയുന്നുണ്ട്, എന്നെ അപമാനിച്ചു വിടാനാണെങ്കിൽ അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല, ഞാൻ ഇതിനൊക്കെ നേരിട്ട മുഖ്യമന്ത്രി എന്നറിയപ്പെടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ ഈ സകല ബുദ്ധിമുട്ടുകളെയും നേരിട്ട മുഖ്യമന്ത്രി എന്ന് അറിയപ്പെടും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സാഹചര്യം അനുസരിച്ച് നമ്മുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഞാനും അത് തന്നെ വിചാരിച്ചേ. കാരണം എന്നോട് പലരും പങ്കുവെച്ചിട്ടുണ്ട്. MK മുനീർ എപ്പോഴും എന്നോട് പറയാറുണ്ടായിരുന്നു, നമ്മൾ എന്ത് ചെയ്താലും അത് പിന്നെ നമ്മളെ പിതാവായിട്ട് CHO ആയിട്ട് കമ്പയർ ചെയ്യും. എന്നോട് ബേബി ജോൺ പറയാറുണ്ടായിരുന്നു, നമ്മളെന്ത് ചെയ്യുമ്പോഴും ബേബി ജോണായിട്ടാണ് കമ്പയർ ചെയ്യപ്പെടുന്നത്. ഒരു വലിയ മനുഷ്യനായിട്ട്, വലിയ രാഷ്ട്രീയ നേതാവിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കമ്പയർ. ഞാനിതെപ്പോഴും അനുഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും. മാത്രമല്ല, അങ്ങേക്ക് സമയം കുറച്ചാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങിപ്പോൾ എനിക്ക് 15ാം നിയമസഭയിൽ ഏറ്റവും അവസാനം വന്ന അംഗമാണ്. ഒട്ടും സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങേക്ക്. എങ്ങനെ അത്? അപ്പം 6 മാസം എത്രയോ പതിറ്റാണ്ടുകൾ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, കേരളം ഭരിച്ച, കേരളത്തിനോടൊപ്പം നീങ്ങിയ, കേരളത്തിന് വികസന നേട്ടങ്ങൾ, കൊച്ചി മെട്രോ ഉൾപ്പെടെ ഉള്ള വികസന നേട്ടങ്ങൾ നൽകിയ ആര്യാടൻ മുഹമ്മദുമായിട്ട് താങ്കളെ കമ്പയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അൺഫെയർ ആണ്. എങ്കിൽ പോലും കമ്പാരിസൺ അതൊരു കടന്ന കൈയാണ് തോന്നി. പക്ഷെ എന്തായാലും നമ്മൾ അങ്ങനെയൊക്കെ ആളുകൾ നമ്മളോട് പറയുമ്പോഴും നമുക്കുള്ളിൽ പിന്നെ വിഷമമില്ല. നിനക്ക് തോന്നിയിട്ടുണ്ടോ? വിഷമമില്ല. കാര്യം എന്താ വെച്ചാൽ നമ്മളെ പിതാവിനെ കുറിച്ചാണല്ലോ പറയുന്നത് എന്നൊരു സാധനം. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു, ഇന്നില്ല. പക്ഷെ ഇപ്പോഴും ജനങ്ങൾ ഓർക്കുകയാണ്. ഇന്നും ജനങ്ങൾ കേരളത്തിൽ എവിടെ പോയാലും ആര്യാടൻ മുഹമ്മദിനെ ഓർക്കാത്ത ആരെങ്കിലും ഉണ്ടോ?
ഉമ്മൻചാണ്ടി ഓർക്കാത്ത ആരെങ്കിലും അപ്പം അവർ കൊടുത്ത സംഭാവനകൾ ഇന്നും ആൾക്കാർ ഓർക്കുന്നു വെച്ചാൽ ജനങ്ങളോട് നന്ദിയുള്ളവരാവണം നമ്മൾ. ശരിക്കും പറഞ്ഞാൽ അവരോട് നമ്മൾ കടപ്പാടുള്ളവരായിരിക്കണം. കാരണം ഇത്രയും നാളുകൾക്ക് ശേഷവും അവർ ഈ ലോകം വിട്ടു പോയതിന് ശേഷവും അവരെ ഓർക്കുക, അവരുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ക്രെഡിറ്റ് കൂടിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമുക്ക് ഒരു കമ്പാരിസൺ വന്നല്ലോ, നമുക്കൊരു ക്രെഡിറ്റ് വന്നല്ലോ, ജനങ്ങൾ ഓർത്തിരിക്കുന്നല്ലോ. അതിന് ജനങ്ങളോടാണ് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുന്നത്. ഞാനങ്ങനെ തീർച്ചയായിട്ടും കരുതുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിരുന്നു. കാരണം അവരുടെയൊക്കെ ബേസിക് ആയിട്ടുള്ളൊരു നേച്ചർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണ്. സോഷ്യൽ കമ്മിറ്റ്മെന്റ് ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റ്, സത്യം. അത് വളരെ സിൻസിയർ ആയിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കുക. പുതിയ കാലത്തിനനുസരിച്ച് നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ അതേ കുറിച്ച് ഉള്ളൂ. നമ്മൾ പക്ഷെ ആലോചിക്കുക അല്ലേ? അങ്ങയുടെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു തൊഴിലാളി നേതാവായും അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്തി വരികയും അങ്ങയുടെ ഒരു വേറൊരു ഒറിജിനാണ്. അങ്ങ് കലാമേഖലയുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ കലയും സിനിമയൊക്കെ എടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തുമാണ് അങ്ങ് ഉയർന്നു വന്നത്. അപ്പം എപ്പോഴെങ്കിലും സിനിമ എടുക്കുന്നതിനോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് ചില സിനിമകളൊക്കെ കോൺട്രവേഴ്ഷ്യൽ ആയിരുന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തലവേദന ഉണ്ടാക്കി തന്നല്ലോ? പക്ഷേ പുള്ളിക്ക് വേറൊന്നുണ്ട്. പിതാവിനെ സംബന്ധിച്ചിടത്തോളം മൂപ്പര് ഭയങ്കര മതേതരവാദിയാണല്ലോ. ഹൈലി സെക്യുലറാണ്. പിന്നെ സിനിമ എടുക്കുന്നത് പുള്ളിക്ക്, ഞാൻ സിനിമ നിർമ്മിക്കുന്നത് പുള്ളിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതെന്താ കാരണം? അല്ല, അത് ഒന്ന് സിനിമാ മേഖലയെക്കുറിച്ച് പുള്ളിക്ക് ഒരു വലിയ ആകുലതയും പുള്ളിക്ക് വലിയ ഉൾഭയമൊക്കെ ആ കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സിനിമയ്ക്ക് കഥ എഴുതിയതിന് പുള്ളിക്ക് കുഴപ്പമില്ല, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയതിന് പുള്ളിക്ക് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ നിർമ്മിക്കാൻ പോകരുത്, നമ്മളൊരു അപകടത്തിൽ ചെന്ന് ചാടാൻ, നമ്മളൊരു ലോസിൽ ചെന്ന് ലോസ് ചെയ്യുന്നത്. അതെപ്പോഴും മകനോടുള്ള കൺസേൺ. അതാ അത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, നീ എഴുതി ടി വി ചന്ദ്രൻ സംവിധാനം ചെയ്തോട്ടെ, പക്ഷേ നീ അത് നിർമ്മിക്കാൻ പോകരുത്. പക്ഷേ എന്തോ സംഭവം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു സിനിമ നിർമ്മിക്കാൻ എല്ലാവരും ധൈര്യം കാണിച്ചോളണമെന്നില്ല. അങ്ങനത്തെ ഒരു ഇഷ്യൂ കൂടി അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ, വാസ്തവത്തിൽ പിതാവിൻ്റെ അടുത്ത സുഹൃത്തുക്കളെ പിടിച്ചിട്ട് ശുപാർശ ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ ആ സിനിമ എടുത്തത്. അതിൽ പ്രധാന ശുപാർശക്കാരൻ നമ്മുടെ PV ഗംഗാധര ചേട്ടനാണ്. ഗംഗാധര ചേട്ടൻ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ബാപ്പുട്ടി എടുക്കുന്ന സിനിമ അത് ബാപ്പുട്ടി തുടങ്ങട്ടെ, അത് ഞാനായിരിക്കും ചിലപ്പോൾ പൂർത്തീകരിക്കുക, അതിൻ്റെ വിതരണവും ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും, കൽപ്പക റിലീസ് ചെയ്യും എന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള, ചന്ദ്രേട്ടനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു തോന്നുന്നു. അല്ല, ഗംഗാധരേട്ടൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. ഗംഗാധരേട്ടൻ്റെ ഭയങ്കര അടുപ്പാണ് പിതാവ്. ഗംഗാധരേട്ടൻ നമ്മുടെ പാർട്ടിയിലും വളരെ KPCC മെമ്പറും ഒക്കെ മത്സരിച്ചല്ലോ, കോഴിക്കോട് മത്സരിച്ചൊക്കെ ചെയ്തല്ലോ, ഭയങ്കര അടുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു സിനിമയായിരുന്നു അത് പാഠം ഒന്നൊരു വിലാപം എന്ന് പറയുന്നത്. അത് പക്ഷേ വലിയ സ്വീകരണം, വലിയൊരു വേവ് ഉണ്ടാക്കിയത് ഇല്ലേ, വലിയൊരു സ്വീകരണം. അങ്ങനെ ഒരു അതിനകത്തൊരു ചില എന്താ പറയുക, യാഥാസ്ഥികർ അങ്ങനെ അതിന്റെ പുറത്ത് ആക്രമിച്ചു. അത് വിഷമമല്ലോ ഉണ്ടാക്കിയോ? അല്ല, അതൊക്കെ സ്വാഭാവികമല്ലേ. പക്ഷേ എന്തായാലും ആ സിനിമ എടുക്കുന്ന ഒരു 10-20 വർഷം മുൻപ്, 20 വർഷം മുൻപ്, ആ കാലഘട്ടത്തിലൊരു സിറ്റുവേഷനാണ് അത്. പക്ഷെ അതേസമയം തന്നെ ആ സിനിമയെ ഒരു വലിയ സ്ത്രീ സമൂഹം ആ സിനിമയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നടിക്ക് നാഷണൽ അവാർഡ് കിട്ടി, എനിക്കും കുറേ അവാർഡുകൾ കിട്ടി, സിനിമയ്ക്ക് അവാർഡുകൾ കിട്ടി, ഒക്കെ ചെയ്തു. അത് അപ്പോൾ ഇത് തലവേദനയുടെ കാര്യം പറയുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ കോളേജിൽ പോകുന്ന ഞാനത് ചോദിക്കാതിരിക്കുകയായിരുന്നു. ഈ ഡൽഹി കോളേജ് കാലഘട്ടം, ഡൽഹിക്ക് മുമ്പ് ഒരു എപ്പിസോഡ് ഇവിടെ ഉണ്ട്. അതേതാ? അല്ല, ഡൽഹി കോളേജ് കാലഘട്ടം എനിക്ക് തോന്നിയത് ചാണ്ടിക്ക് കുറേ പരിചയങ്ങളും കുറേ അനുഭവങ്ങളും ഒക്കെ സമ്മാനിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നി. ഡൽഹിയിൽ എനിക്ക് ഒത്തിരി ഈ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അതൊരു വലിയ മുതൽക്കൂട്ടായി മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് സെൻറ്റ് സ്റ്റീവൻസ് കോളേജ് പഠിക്കുമ്പോൾ ഞാൻ ആദ്യം ചെല്ലുമ്പോൾ അവിടെ വിദ്യാർത്ഥിയായിട്ട് മാത്രമാണ് ഞാൻ ചെന്നത്. കാരണം അവിടെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ. പക്ഷെ ഫസ്റ്റ് ഇയർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് അവിടുത്തെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കണമെന്നൊരാഗ്രഹം വന്നു. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഡോക്ടർ ശശി തരൂർ അവിടുത്തെ ചെയർമാനായിരുന്നു. അപ്പോൾ നമുക്കൊരാഗ്രഹം, അങ്ങനെ നമുക്ക് മലയാളിയാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷമല്ലേ എന്നുള്ളൊരു ഒരു ഔട്ട്ലുക്ക്. അപ്പം അങ്ങനെ ഞാൻ സെക്കൻഡ് ഇയറിൽ സെൻറ്റ് സ്റ്റീവൻസ് കോളേജ് അപ്പോൾ യൂണിയൻ്റെ സെക്രട്ടറി ആയി സെക്കൻഡ് ഇയറിൽ. പിന്നെ തേർഡ് ഇയറിൽ ഞാൻ ഇലക്ഷൻ മത്സരിച്ച് യൂണിയൻ പ്രസിഡൻ്റായി. അപ്പം കോളേജ് യൂണിയൻ ഒരു വർഷം. അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന കോൺട്രിബ്യൂഷൻ അവിടെ നമ്മൾ ചെയ്തു. പിന്നെയാണ് DUവിലോട്ട്
ഡിയുടെ രാഷ്ട്രീയവും സെന്റ് സ്റ്റീവൻസ് രാഷ്ട്രീയവും രണ്ടും രണ്ടും രണ്ടാണ്. അവിടെ പൊളിറ്റിക്സ് ഇല്ല പാർട്ടി, മറ്റേടത്ത് പാർട്ടി പൊളിറ്റിക്സ്. ഡിവിയിൽ കുറെ മലയാളി സ്റ്റുഡൻസ് കണ്ടമാനം ഇപ്പൊ ഒത്തിരി മലയാളി ഭയങ്കര ഞങ്ങൾ ചെല്ലുമ്പോൾ അത്രയില്ല. ഞാനാണ് അവിടെ ഒരു ഞങ്ങൾ കുറച്ച് പേര് ചേർന്നാണ് അവിടെ ഒരു മൈത്രി എന്ന് പറഞ്ഞ് മലയാളി സംഘടന തുടങ്ങിയത്. ഇന്നിപ്പം 2000 പേരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രയ്ക്ക് വലിയൊരു സംഘടനയായിട്ട് അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ മലയാളികളുടെ വലിയൊരു ഇൻഫ്ലോ ഇന്ന് ഡി യുവിലുണ്ട്. ഇപ്പോൾ ഡി യുവിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് അവിടുത്തെ രാഷ്ട്രീയം പാർട്ടി പൊളിറ്റിക്സാണ്. ABVP, NSUI, ബാക്കി ആരും അങ്ങനെ കാര്യമായിട്ടില്ല. ഫ്രിഞ്ചസ് മാത്രമേ ഉള്ളൂ അവരൊക്കെ. NSUI ABVP ആണ്. അപ്പം സ്ഥിരം NSUI ജയിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന്. 2003 മുതൽ NSUI തിരിച്ചു പിടിച്ചിരുന്നു ABVPയുടെ കയ്യിൽ നിന്ന്. അങ്ങനെ NSUI ജയിക്കുന്ന NSUIക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള അവസരം ലഭിച്ചു. പിന്നെ ഡൽഹി സ്റ്റേറ്റിൽ NSUIയുടെ പ്രവർത്തിക്കാൻ രംഗത്ത് കിട്ടി. പിന്നെ ഇന്ത്യ മൊത്തം രാഹുൽ ഗാന്ധിയോടൊപ്പം പല പരിപാടികളിൽ NSUI സഞ്ചരിക്കും. രാഹുൽജിയുടെ യാത്ര കന്യാകുമാരി ടു കാശ്മീർ വരെ മുഴുവൻ നടന്നില്ലേ? അതെ അതെ അതെ. അത് ചെരുപ്പൊന്നുണ്ടാതില്ലേ പോയി? ഞാൻ തുടങ്ങിയപ്പോൾ ചെരുപ്പിട്ടിരുന്നു. കൊല്ലം ആയപ്പോഴത്തേക്ക് ഈ ചെരുപ്പ് മാറി ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് തോന്നി. അപ്പോൾ ചെരുപ്പ് മാറിയപ്പോൾ സൗകര്യം, അതോടെ ഞാൻ ചെരുപ്പില്ലാതെ നടക്കാൻ തുടങ്ങി. കാശ്മീർ വരെ എങ്ങനെ? കാശ്മീർ വരെ നടന്നു. തണുപ്പത്തും ചൂടത്തും തണുപ്പത്തും ഏറ്റവും അവസാന ദിവസവും മഞ്ഞത്താണ് ഞങ്ങൾ നടന്നത്. എനിക്ക് തോന്നുന്നു പിന്നെ ചാണ്ടിക്ക് 2 അനുഭവങ്ങൾ, ഒരു ദേശീയ തലത്തിൽ തന്നെ ഡൽഹിയിൽ പഠിക്കാൻ പറ്റിയതും അവിടുന്ന് കിട്ടുന്ന സൗഹൃദങ്ങളും അതിൻ്റെ അനുഭവങ്ങളും, അതേപോലെ രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള കാശ്മീർ വരെയുള്ള യാത്രയും ഇല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് രാഷ്ട്രം മുഴുവൻ നമുക്ക് ഓരോ ചെറിയ സ്ഥലങ്ങളിൽ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ഓരോ സ്ഥലത്ത് ഹയർ സ്റ്റേറ്റ് പോയാലും, പ്രത്യേകിച്ച് രാജസ്ഥാന്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക, ഓരോ സ്ഥലത്ത് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പരിചയങ്ങൾ, ബന്ധങ്ങൾ നമ്മളങ്ങനെ തുടങ്ങി വെച്ചു. അവരൊക്കെ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ജമ്മു കാശ്മീർ വരെ അങ്ങനെയുള്ള പരിചയം കിട്ടിയിട്ടുണ്ട്. ഈ സ്കൂൾ പഠനകാലം എവിടെയായിരുന്നു? അവിടെ പിന്നെ പൊളിറ്റിക്സ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഞാൻ ആദ്യം കാർമലിലായിരുന്നു, പിന്നെ ലയോള സെൻറ്റ് തോമസിലാണ് ഞാൻ പൂർത്തീകരിച്ചത് 12th. അപ്പോൾ അവിടെ ഞാൻ ഹൗസിൻ്റെ ക്യാപ്റ്റൻ, എൻ്റെ ഓരോ സ്കൂളിൽ ഹൗസ് കാണുമല്ലോ, അപ്പോൾ അതിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ ഉള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു കൂടുതൽ. അത് കഴിഞ്ഞ് ഒരു വർഷം ഞാൻ യുവാനിസിൽ പഠിച്ചു. അപ്പോൾ യുവാനിസിലെ കഥ ഞാൻ പറയാൻ വന്നത്, ആ കഥ വന്നപ്പോഴത്തേക്കാണ് എന്നെ കട്ട് ചെയ്തിട്ട് പോയത്. അപ്പം യുവാനിസിൽ ഞാൻ ഒരു ദിവസം ഒരു സ്കൂട്ടർ എടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പോയപ്പോഴത്തേക്ക് നമ്മുടെ KSUക്കാർ സമരം നടത്തുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബൈക്ക് സൈഡാക്കിയിട്ട് ഞാൻ ഈ സമരത്തിൽ പങ്കെടുത്തു. പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ സർക്കാരുള്ള സമയമാണ്. പിറ്റേ ദിവസം വലിയ വാർത്തയാണ്, എൻ്റെ പേരാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ പോലീസ് അറസ്റ്റ്. അപ്പം അന്ന് രാവിലെ അപ്പോൾ M. വിൻസെൻ്റ് MLA വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് MLA അല്ലത് M. വിൻസെൻ്റ്, അതുപോലെ കുറച്ച് ഞങ്ങൾ സഹപ്രവർത്തകരുണ്ട്. അപ്പം അന്ന് രാവിലത്തെ മനോരമയുടെ വാർത്ത എന്ന് വെച്ചാൽ, ഈ ഛത്തീസ്ഗഡിലെ മുഖ്യമന്ത്രി അജിത് ജോഗി, ആ ജോഗിയുടെ മകൻ, പുള്ളിക്ക് വലിയ തലവേദനയായ വാർത്തയാണ് മനോരമയുടെ മെയിൻ ഒരു സമരം. എന്നെ ഇങ്ങനെ കാണിച്ചു. അത് ഇവരെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു. അപ്പം എന്ത് പറയാനാ, നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളിപ്പം പ്രശ്നങ്ങൾ കാണുമല്ലോ പൊളിറ്റിക്സ്. നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ, നമ്മളിപ്പം പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലീസ് ആക്ഷനോ അല്ലെങ്കിൽ വാട്ടർ അറ്റാക്കോ ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിലൊക്കെ പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടല്ലോ. അപ്പം പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ, അദ്ദേഹം ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞാനൊരു ചെന്ന് വിടുമ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവിക പ്രശ്നം. പക്ഷേ ഇത് പൊളിറ്റിക്കലാണ്, വേറൊരു പ്രശ്നത്തിലുമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തി തരും, വളരെ കെയർഫുൾ ആയിരിക്കണം. എനിക്ക് യുവാനിയസ് പഠിക്കുമ്പോൾ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് പിന്നെ ഫാദർ അന്ന് മിനിസ്റ്ററാണ്. യുവാനിയസ് ഹോസ്റ്റലിൽ അന്ന് 80s അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ്റുള്ള സമയത്ത്. അപ്പോൾ ഞാൻ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ആ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. അപ്പോൾ ഫാദറിന് സ്റ്റാഫൊക്കെ കൂടെ വന്നിരുന്നു. സ്റ്റേറ്റ് കാറൊന്നുമല്ല, വേറൊരു കാറിലാണ് വന്നത്. അപ്പോൾ സ്റ്റാഫൊക്കെ അവർ ഒരു പരിചരണം വേറെ ലെവലാണല്ലോ അവരുടെ പരിചരണം. അപ്പോൾ എനിക്കും വലിയ പരിചയമില്ല, കാരണം ഞാൻ ഈ 10ാം ക്ലാസ് വരെ സാധാരണ നിലമ്പൂർ ഗവൺമെൻറ് മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ച്. അപ്പോൾ ഇവിടെ വന്ന് ഇവർ പരിചരണം കണ്ടപ്പോൾ ആരോ ഇവരോട് പറഞ്ഞു, സീനിയേഴ്സിനോട് പറഞ്ഞു, ഡിഗ്രിക്കാരെ ഹോസ്റ്റലിൽ പറഞ്ഞു, മന്ത്രിയുടെ മകനാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഉടനെ എന്നെ പിടിച്ചങ്ങ് റാഗ് ചെയ്തു. എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് 20 മിനിറ്റ് പ്രസംഗിക്കാതെ ഹോസ്റ്റലിൽ കയറാൻ പറ്റില്ല. മൊത്തം പ്രസംഗിച്ച് കുറച്ച് ഒരു 5 മിനിറ്റ് ഞാൻ സംസാരിച്ചു. 20 മിനിറ്റ് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു എന്നോട്. അത് കൈ ഇങ്ങനെ പിടിച്ചിട്ട്, മൈക്കോല കൈ ഇങ്ങനെ പിടിച്ച് പ്രസംഗിക്കണം.
അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടില്ല, ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളായിരിക്കും. 3 മിനിറ്റ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാമെന്നുള്ളത് ഞങ്ങളെ ബോധ്യപ്പെടുത്താനാണ് പരിപാടിയെങ്കിൽ നീ നിർത്തിക്കോ, പൊയ്ക്കോ. അങ്ങനെ എന്നെ ഈ പറഞ്ഞു. കഥ ഇപ്പൊ പറഞ്ഞത് നന്നായി. നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ റാഗ് ചെയ്തേനെ അസംബ്ലി. അപ്പോൾ റാഗിങ്ങിന് ഇതായിട്ട് ഞാൻ പിന്നെ എൻ്റെ സ്കൂൾ എന്നൊക്കെ പറയുന്നത്, ഞാൻ 1-ാം ക്ലാസ് മുതൽ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. അന്ന് പിതാവിനോട് പിന്നെ പലരും വന്നിട്ട് പറയും, കാരണം ഞങ്ങൾ അടുത്താണ് വാസ്തവത്തിൽ ഊട്ടിക്ക് തൊട്ടടുത്താണല്ലോ. 100 കിലോമീറ്ററേ ഉള്ളൂ അതെ, അതെ, അതെ. നിലമ്പൂരിൽ. അത് ഞാൻ അവിടെ വന്നപ്പോൾ ഇത്ര അടുപ്പാന്ന് എനിക്ക് മനസ്സിലായത്. നിലമ്പൂർ വന്നത് അതെ, അതെ, അതെ. അന്ന് എല്ലാ പിതാവിനോട് പറയും, പിന്നെ എന്താ അവനെ ഊട്ടിയിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും, ഊട്ടിയിൽ കൊണ്ടേ പഠിപ്പിക്കണം എന്നൊക്കെ. അപ്പം എന്നോട് പിതാവ് പറഞ്ഞു, ഇപ്പോൾ അവരോട് പറഞ്ഞു, അവൻ ഈ നാട്ടിൽ നിന്ന് പഠിക്കട്ടെ, അപ്പോഴേ അവന് സ്കൂളിലത്തെ പഠനം മാത്രമല്ല നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ കൂടി അവന് മനസ്സിലാവത്തുള്ളൂ. വാസ്തവത്തിൽ അത് എത്രയോ ശരിയാണെന്ന് പിന്നീട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഊട്ടിയിലായിരുന്നു പഠിച്ചതെങ്കിൽ എനിക്ക് പാഠം 1 ഒരു വിലാപം എന്ന സിനിമ എടുക്കാനുള്ള സ്റ്റോറി എനിക്ക് അടുത്തറിയാൻ പറ്റും. നിലമ്പൂരിന്റെ ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ടാണോ എടുക്കാൻ പറ്റിയത്? തീർച്ചയായിട്ടും. കാരണം ഞാൻ കാണുന്നത് എൻ്റെ പിതാവിൻ്റെ മുന്നിൽ വന്ന് കരയുന്ന കുറേ സ്ത്രീകളെ. അവർ ഇപ്പോഴും ആ കരച്ചിൽ നിന്നിട്ടില്ല. വാസ്തവത്തിൽ ഒരു പരിധി വരെ അവരുടെ മക്കൾ ഇന്ന് ചുരിദാർ, അവരിങ്ങനെ ഈ പറഞ്ഞ പോലെ പെങ്കുപ്പായും വെള്ളക്കാച്ചിയൊക്കെ എടുത്ത് കരഞ്ഞിരുന്ന അവരുടെ മക്കൾ ഇന്ന് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞ് ചുരിദാറും മാക്സിയൊക്കെ ഇട്ട് വന്ന് കരയുന്നു എന്നൊരു വ്യത്യാസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷെ വലിയ മാറ്റം ഉണ്ടായി മലപ്പുറത്ത് വിദ്യാഭ്യാസപരമായിട്ട്. ഞാൻ പാഠമെന്നൊരു വിലാപത്തിൽ പറഞ്ഞത് ആ കഥയിൽ നിന്നും SSLCക്ക് പഠിക്കാൻ പോലും അനുവദിക്കാതെ നിർബന്ധിച്ച് കല്യാണം ചെയ്തിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മലപ്പുറം മാറി എന്ന് മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ SSLC പരീക്ഷ എഴുതുന്ന ജില്ല മലപ്പുറം, ഏറ്റവും കൂടുതൽ A+ കിട്ടുന്നത് മലപ്പുറം, ഏറ്റവും കൂടുതൽ +2 പരീക്ഷ എഴുതുന്ന മലപ്പുറം, ഏറ്റവും കൂടുതൽ A+ കിട്ടുന്ന മലപ്പുറം. മലപ്പുറത്തെയാണ് വളരെ മോശമായി ചിത്രീകരിക്കാൻ കഴിഞ്ഞ കുറേ ആളുകൾ ശ്രമം നടത്തി. ഈ നിലമ്പൂർ ഇലക്ഷൻ സമയത്തും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ചിത്രീകരണം നടന്നില്ലേ? അങ്ങനെ ഒരു ചിലർ ഈ നിലമ്പൂരിനെയും മലപ്പുറത്തെയൊക്കെ അങ്ങനെ ഒരാൾ വന്ന് അവിടെ പ്രസംഗിച്ചല്ലോ. അതെ, 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 ഇവിടുന്ന് ഒരാൾ അതെ, വന്നിട്ട് അതെ, തീർച്ചയായിട്ടും. ആരാന്ന് ഞാൻ പെട്ടെന്ന് വിട്ടു. പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രീയം അവിടെ എന്ത് പറയാൻ ശ്രമിച്ചു. ഒരിക്കലുമല്ല. ഇന്ന് മലപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയവുമില്ല, മലപ്പുറം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം. അതിൻ്റെ അസൂയയും കുശുമ്പൊക്കെ പലർക്കും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് മലപ്പുറത്തെ എതിർക്കുന്നതിൻ്റെ കാരണം ഇപ്പോൾ DIU തന്നെ നിങ്ങൾക്ക് മലപ്പുറത്ത് എത്ര കുട്ടികളാണ്. ഞാൻ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ പല കുട്ടികളും കാണുമ്പോൾ കൊച്ചു കുട്ടികളാണെന്ന് തോന്നും. പക്ഷെ എന്നോട് നീ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അടുത്ത് പെൺകുട്ടികളൊക്കെ വന്നിട്ട് പറയും, JNUവിൽ നിന്ന് റിസർച്ച് കഴിഞ്ഞു, ഇപ്പം ഞങ്ങൾ പോസ്റ്റ് ഡോക്ടറേറ്റ് ഡിപ്ലോമ ചെയ്യാൻ DIUവിൽ അല്ലെങ്കിൽ ജാമിയ മില്ലിയയിൽ എന്ന് പറയുന്ന നിരവധി കുട്ടികൾ. അവർ വലിയ മാറ്റം മലപ്പുറത്തുണ്ടായത്. വലിയ മാറ്റം എന്ന് വെച്ചാൽ വലിയ മാറ്റം. എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് സ്നേഹത്തിൻ്റെ ജില്ലയാണ്. അതെ, കാരണം സ്നേഹം കൊണ്ടാണ് നമ്മൾ മൂടുന്നത്. അപ്പം ഭക്ഷണം കഴിക്കാനാണെങ്കിലും താമസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഇത് ഓരോ കാര്യങ്ങളിൽ ശ്രദ്ധയാണ്. അത് വേറൊരിടത്തുമില്ല. പിന്നെ എല്ലായിടത്തും കയറണം. ഞാൻ പലപ്പോഴും മലപ്പുറത്ത് വരുമ്പോൾ ചിലരെ കാണുമ്പോൾ ഞാൻ മാറും. കാരണം വെച്ചാൽ പിടിച്ചുകൊണ്ട് പോയി നമ്മളെ ഓരോ സ്ഥലത്തും നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതെ, അതുകൊണ്ടാണ് ചാണ്ടി അവിടെ നിന്ന് പോയതെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഇലക്ഷൻ എത്ര ദിവസം നിന്നു അവിടെ? എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ചയല്ല, എനിക്കൊന്ന് 20 ദിവസം, ഏകദേശം 20 ദിവസത്തോളം നിന്നു. ഇച്ചിരി ദിവസം മാറിയില്ല, അതുകൊണ്ട്. അതെ. എത്ര വീട് കയറി അന്ന്? നമ്മൾ 3000 പരം വീട്. 3000 പരം വീട് കയറി. അപ്പോൾ പിന്നെ മാത്രമല്ല നമ്മൾ. പക്ഷേ എനിക്ക് ജയന്തുണ്ടല്ലോ, അദ്ദേഹമാണ് ഒരു ടാർഗറ്റ് തന്നത്. ആദ്യം 2000 വീടെന്ന് പറഞ്ഞു. 2000 വീട് നമ്മുടെ KPC. അപ്പം ഞാൻ ഓർത്ത് 2000 വീട് അങ്ങനെ കയറുമെന്ന് വിചാരിച്ചപ്പോൾ കയറി തുടങ്ങിയപ്പോൾ പിന്നെ അങ്ങ് നമ്മൾ ദിവസം കയറുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് 10-25 വർഷമായി ചാണ്ടിൻ്റെ കൂടെ ഓടിയിട്ട് ആർക്കും എത്തുന്നില്ല എന്നില്ല പറയുന്നത്. എല്ലാവരും പറയുന്നത് അതാണ്, ഓട്ടമാണ് എന്നുള്ളതാണ് എല്ലാവരും. ഓടുന്ന ഇപ്പം ഞാൻ ഈ ഭാരത് ജോഡോ യാത്ര തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. നടപ്പിനോടൊപ്പം ഒരു ശകലം ഓടും. എന്ന് വെച്ചാൽ നമുക്ക് നടന്നു കഴിയുമ്പോൾ സ്ലോയിൽ പോയി കഴിയുമ്പോഴേ നമ്മളങ്ങ് തളരും. പക്ഷെ കുറച്ചൊന്ന് ഓടിക്കഴിയുമ്പോൾ നമ്മുടെ എനർജി കൂടും. അത് ഞാൻ ഭാരത് ജോഡോന്ന് പഠിച്ചത്. അത് നിലമ്പൂർ ഞാൻ ഒന്ന് പരീക്ഷിച്ചു, പുതുപ്പള്ളിയിൽ ഞാൻ ഇച്ചൂടൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തു. എന്തായാലും പിന്നെ ഉമ്മൻചാണ്ടി സാറായിട്ടുള്ള കുറേ കഥകൾ, പിതാവിൻ്റെ കുറേ കഥകളുണ്ട്.
പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കഥ എന്ന് വെച്ചാൽ Yeah. ട്രെയിനിൽ കൂടെ പോയപ്പോൾ Yeah. ഞാൻ ഏതോ ഒരു സമയത്ത് വർഗീയലകൾ എവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ഉം. ഉടനെ അദ്ദേഹം പേര് മാറ്റിയെന്നാണ് ഞാൻ കേട്ടത്. എം ആര്യാട്ടെന്ന പേരിൽ അദ്ദേഹം യാത്ര ചെയ്ത് ടിക്കറ്റ് എടുത്തു യാത്ര ചെയ്താൽ ഞാൻ കേട്ടത്. അത് ഉമ്മൻചാണ്ടി സാർ ഫാദറിനെ കുറിച്ച് ഓരോ കഥകൾ ഉണ്ടാക്കും, പല കഥകളും ഉണ്ടാക്കും. പക്ഷെ കഥ അദ്ദേഹം പറയുന്നതാണ് കേൾക്കേണ്ടത്. അതിന്റെ ഒരു ഭംഗി എന്ന് വെച്ചാൽ അദ്ദേഹം പറയുമ്പോഴാണ് അതിന്റെ ഓരോ പോയിന്റും എങ്ങനെയാണ് അത് വളരെ മനോഹരമായിട്ട്. വേറൊരു കഥയില്ലാത്തൊരു അനുഭവമുണ്ട്. എന്നോട് ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു. ഞാനും ഉമ്മൻചാണ്ടി സാറിനെ ഈ അസംബ്ലിയിലെ 50-ാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു ഇൻ്റർവ്യൂ നടത്തി. ഏകദേശം 1.5 മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് ഉമ്മൻചാണ്ടി സാർ എന്നോട് പറഞ്ഞൊരു കഥയാണത്. അതായത് ഉമ്മൻചാണ്ടി സാർ അന്ന് ഈ KSUവിൻ്റെ പ്രസിഡൻ്റാണ്. കോഴിക്കോട് KSUവിൻ്റെ എന്തോ സമ്മേളനം നടക്കുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ അവസാനം നോക്കുമ്പോൾ കാശൊക്കെ തീർന്നു. KSU അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ. അപ്പോൾ കാശൊക്കെ തീർന്നുപോയി. കാശൊന്നുമില്ല, എല്ലാം തീർന്നുപോയി. അന്ന് ND തിവാരിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഓൾ ഇന്ത്യ പ്രസിഡൻറ്റ്. ND തിവാരിയാണ് സമ്മേളനത്തിൽ വന്നിരിക്കുന്നത്. കാണിച്ച് തിവാരിക്കാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ, ND തിവാരി അറിയാലോ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു, വലിയ നേതാവായിരുന്നു, ഉത്തർപ്രദേശിലെ വലിയ നേതാവായിരുന്നു. അദ്ദേഹം വന്നു. അദ്ദേഹത്തിൻ്റെ യൗവനകാലമാണ് ND തിവാരിയുടെ. അപ്പോൾ വന്നു. അദ്ദേഹത്തിന് പിറ്റേ ദിവസം രാവിലെ ഡൽഹിയിൽ നിർബന്ധമായിട്ട് എത്താം. അന്ന് കോഴിക്കോട് എയർപോർട്ടൊന്നും വന്നിട്ടില്ല. അപ്പോൾ പിതാവ് കോഴിക്കോട് DCCയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. ഓഫീസിൽ തന്നെയാണ് എൻ്റെ പിതാവ് താമസിക്കുന്നത്. അവിടെ തന്നെ പുള്ളി കിടക്കുക, ഓഫീസിലാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ പിന്നെ ഉമ്മൻചാണ്ടി സാർ വന്നിട്ട് ഫാദറിനോട് നോക്കാം, ഒരു പൈസ കയ്യിലില്ല. അപ്പം തിവാരിയെ എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ എത്തിക്കണം. എന്ത് വഴി? ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിൽ 10 പൈസയില്ല, ആരുടെടുത്തും ഇല്ല. പിതാവിനോട് ഒരു 25 റുപ്യ ആര്യാടൊന്ന് സംഘടിപ്പിക്കണം. ആ പിതാവ് അപ്പം തന്നെ 25 റുപ്യ സംഘടിപ്പിച്ചു കൊടുത്തു. 20 റുപ്യ ND തിവാരിക്ക് ബാംഗ്ലൂർ പോകാനുള്ള വണ്ടിക്കൂലി, 5 റുപ്യ വഴിക്ക് ചെലവരും. ഇത് കൊടുത്ത് പറഞ്ഞയച്ച് എന്നത് ഒരു പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അന്നത്തെ 20 രൂപ ബാംഗ്ലൂരിലേക്ക് എത്താൻ. ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ബാംഗ്ലൂരിലേക്ക് ബസ്സിന് പോവുകയാണ്. ബസ് അവിടെ ബാംഗ്ലൂരിലേക്കുള്ള ബസ്സിന് കയറ്റി വിടാണ്. അന്നത്തെ കാലത്ത് നിന്നുള്ള രാഷ്ട്രീയം ഇന്നത്തെ കാലം വ്യത്യാസം. ഈ രാഷ്ട്രീയത്തിന്റെ വ്യത്യാസം ഇപ്പോൾ ഒരു എന്താ പറയുക, ഗ്രൗണ്ട് ലെവലിലെ പൊളിറ്റിക്സിൽ ഒരു വ്യത്യാസമില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിലും ഏതൊരു പാർട്ടിയാണെങ്കിലും ഒരു ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ ഒരു കുറവ് വന്നിട്ടുണ്ടോ? അതോ ഇടപെടാൻ ഒരു കുറവ് നമുക്കൊരു തോന്നലുണ്ടോ എവിടെയെങ്കിലും? ഇല്ല, അത് ഈ ഇടപെടലൊക്കെ ജനങ്ങൾക്ക് നമ്മളായിട്ട് ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ വളരെ ലളിതമായി. ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. അന്ന് മൊബൈൽ ഫോണില്ല. മൊബൈൽ ഫോൺ ഇല്ലാത്ത സമയത്ത് നമ്മൾ അവർക്ക് ആക്സസ് കിട്ടാൻ എന്താ വഴി? ലാൻഡ് ഫോണിൻ്റെ അടുത്ത് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ലാൻഡ് ഫോണിൽ നമ്മൾ എത്തുമ്പോൾ അതുവരെ അവർ നമ്മളെ കാത്തിരിക്കുകയാണ്. ഒന്നുകിൽ നമ്മൾ വന്ന് നേരിട്ട് കാണണം, അല്ലെങ്കിൽ നമ്മൾ ലാൻഡ് ഫോണിൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് നമ്മളോട് സംസാരിക്കണം. അപ്പോൾ അവർ നമ്മളെ തേടി എത്തേണ്ടി വരുന്നൊരവസ്ഥയുണ്ട്. ഇപ്പം നേരെ തിരിച്ച്, ഇപ്പം നമ്മൾ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാം, അപ്പോഴേക്കൊന്ന് വിവരം പറയണം. നേരിട്ട് നമ്മളെ കിട്ടുവാണ്. അങ്ങനെ നേരിട്ട് നമ്മളെ കിട്ടുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ട് വാസ്തവത്തിൽ. മാത്രമല്ല, പണ്ട് കാലത്തൊക്കെ എന്ന് വെച്ചാൽ നേതാക്കന്മാർക്കൊരു വലിയ സൗകര്യം, പത്രങ്ങൾ അടിച്ചു വരുന്നത് മാത്രമാണ് വാർത്ത. ടി വി ഇല്ലല്ലോ. പിറ്റേ ദിവസം വരെ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, പത്രക്കാർ വളച്ചൊടിച്ചതാ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചാനലേറെ കാണിക്കുന്നത് പറഞ്ഞത് കാണിക്കും, പിന്നെ രണ്ടാമത് നമ്മൾ മാറ്റി പറയുന്നത് നമ്മളെ വിളിക്കും. അതാണ് അവസ്ഥ വിശേഷം. പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ, എല്ലാം സുതാര്യമാണല്ലോ ഇപ്പോഴത്തെ കാലത്ത്. എല്ലാം പണ്ടത്തെ കേരളമാണോ ഇന്ന്? കാരണം എഡ്യൂക്കേഷൻ വ്യത്യാസം വന്നു, നമ്മുടെ ചിന്തകളിൽ വ്യത്യാസം വന്നു. പക്ഷേ എവിടെയോ നമുക്കൊരു വർഗീയത നാട്ടിൽ വളർന്നു വരുന്ന ഒരു കാഴ്ച. അതിപ്പം പണ്ടൊക്കെ നമ്മൾ ഈദ്, ക്രിസ്മസ്, ഓണം ഒരുമിച്ച് ആഘോഷിച്ചെങ്കിൽ
ഇന്നിപ്പോൾ ഓരോരുത്തരും ഓരോ കുക്കൂണിലേക്ക് അല്ലെങ്കിൽ ഓരോ തീർച്ചയായിട്ടും ക്ലോസ്ഡ് അറ്റ്മോസ്ഫിയറിലോട്ട് തീർച്ചയായിട്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പം വേറെ ആരെങ്കിലും ഒരാൾ അതിന് മാറ്റം ശ്രമിച്ചാൽ പോലും അതിനെ വ്യത്യസ്തമായി കാണുന്ന ഒരു കേരളമാണോ ഇന്ന്? ഒരിക്കലുമല്ല. അതിന് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ ഏത് സ്കൂളിൽ ചേർക്കണമെന്നതിനെക്കുറിച്ച് എൻ്റെ സമുദായത്തിൻ്റെ സ്കൂളിലേക്ക് അയക്കുക. കുട്ടികൾ പോലും ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന അന്തരീക്ഷം നഷ്ടപ്പെടുക. പണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ മാത്രമാണ് ഉള്ളത്. എല്ലാവരും ഒരുമിച്ചിരിക്കുക. ഹിന്ദു, മുസ്ലിമും, ക്രിസ്ത്യാനിയും, ദളിതനും, പിന്നോക്കക്കാരനും, നായരും നമ്പ്യാരും ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കുക. ഇപ്പോൾ എൻ്റെ കുട്ടിയെ ഞാൻ സ്കൂളിലേക്ക് അയക്കുന്നത് എങ്ങോട്ടാ? എൻ്റെ മതത്തിൽപ്പെട്ട എൻ്റെ എൻ്റെ മതത്തിൽപ്പെട്ട സമുദായം. എൻ്റെ സമുദായത്തിൽപ്പെട്ട സ്കൂളിലേക്ക്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് പറയാം. ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പിന്നെ എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന നിലമ്പൂർ കോവിലകത്തെ രാജയുടെ മകൻ, കാരണം അന്ന് ഞങ്ങൾക്ക് ആ സ്കൂളേ ഉള്ളൂ, അവിടെ ഉള്ളൂ. അവിടെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വലതുഭാഗത്തിരിക്കുന്ന രാജയുടെ മകൻ, അവൻ അന്ന് ഫിയറ്റ് കാറാണ് ഏറ്റവും ലേറ്റസ്റ്റ് കാർ. അപ്പോൾ രാജ എന്നോട് പറയുന്ന കഥ, ഫിയറ്റ് കാറ്, അതിൻ്റെ രൂപചാരുത, അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ കിലോമീറ്റർ സ്പീഡ് 120 വരെ ഉണ്ട് സ്പീഡ്. അല്ല 100 വരെ കണ്ടിട്ട് തോന്നുന്നു. അന്ന് 100 120 അത്രയ്ക്കും. മറ്റ് അംബാസഡറിലൊന്നും അത്രയില്ല അന്നത്തെ കാറുകളിലൊന്നും. അതുണ്ട്. അങ്ങനെ അതിൻ്റെ ഓരോ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഇടതുഭാഗത്തിരിക്കുന്ന നിലമ്പൂർ പാടിക്കുന്ന ഊരിലെ ആദിവാസി ഊരിലെ രാമൻ എന്ന് പറയുന്ന പയ്യനാണ്. ഉം. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. ഈ കോവിലകത്തെ രാജയുടെ മകൻ എന്നോട് ഈ പറയുന്ന ഫിയറ്റ് കാറിൻ്റെ രൂപചാരുതയും അതിൻ്റെ ടെക്നിക്കാലിറ്റിയും അതിൻ്റെ സൗന്ദര്യമൊക്കെ എന്നോട് പറഞ്ഞു തരുമ്പോൾ, ഇപ്പുറത്ത് രാമൻ്റെ കഥകളും ഞാൻ കേൾക്കുകയാണ്. രാമൻ എന്നോട് പറഞ്ഞ അതിനേക്കാളും രസകരമായ കഥകളാണ്. രാമൻ പറയുന്നത്, അച്ഛൻ പാടത്തെ പണിയെടുക്കാൻ പോകുമ്പോൾ ഇവൻ അച്ഛൻ്റെ തോർത്തുമുണ്ടെടുത്ത് അവിടെ ഒരു തോടുണ്ട്, ആ തോട്ടിൽ നിന്ന് വാരുന്ന പരൽമീനുകളും അതിൻ്റെ കഥയും ഒക്കെയാണ് ഇവൻ എന്നോട് പറയുന്നത്. മാത്രമല്ല അവനെന്ത് ചെയ്യും, അവൻ്റെ തൊട്ടടുത്ത പ്ലാവിൽ നിന്നിറങ്ങിയ ചക്ക, നല്ല ചക്കയുണ്ടെങ്കിൽ ആ ചക്ക പതുക്കെ കൊണ്ടുവന്ന് ഒന്ന് പഴുത്താൽ അച്ഛനത് അവൻ്റെ അടുത്ത് എനിക്ക് കൊടുത്തയക്കും. സ്കൂളിലേക്ക് കൊണ്ടുവരും അവൻ. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ഒരു അതൊക്കെ മാറിയില്ലേ വാസ്തവത്തിൽ? ഇപ്പോൾ ഒരു അല്ല, ഞാൻ പറഞ്ഞു വന്നത്, സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് ഇടപെടാനുള്ള അവസരങ്ങളും പരിസരവും നമുക്ക് നഷ്ടപ്പെട്ടു. എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ പോലും സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോഴും ഞങ്ങൾ ആരും ജാതിയോ മതമോ ഒന്നും പറയാറില്ല. ചിലപ്പോൾ രാഷ്ട്രീയം വേണേൽ വന്നെന്നിരിക്കും, പക്ഷെ രാഷ്ട്രീയം പോലും വളരെ ചുരുക്കമായിരുന്നു. ചില രാഷ്ട്രീയക്കാർ എനിക്ക് ആരെന്ന് അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പം അങ്ങനെ ഒരു കാലത്ത് നിന്ന് ഇപ്പം വന്നിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്ന സ്കൂളുകളിൽ പോലും ഒരു എന്താ പറയുക വേർതിരിവുകൾ ഇങ്ങനെ ഒരുമിച്ചിരിക്കുന്ന സ്കൂൾ ഒരു കാലത്തുണ്ടായി. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, ഞാനൊക്കെ 5ാം ക്ലാസ് മുതൽ എനിക്കറിയാം. ക്രിസ്മസ് വന്നാൽ ആദ്യം പോയിട്ട് നിലമ്പൂർ പാരഡൈസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെ പോയിട്ട് സ്റ്റാർ വാങ്ങി, ഈ 40 വാട്ട്സിൻ്റെ ചെറിയ ബൾബാണല്ലോ വീട്ടിന് മുമ്പിലുണ്ടാവുക, വലിയ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഈ 40 വാട്ട്സിൻ്റെ ബൾബിലേക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടം പിങ്ക് കളർ സ്റ്റാറാണ്. ആദ്യം സ്റ്റാർ തൂക്കുന്നത് ഞാനായിരിക്കും. ഇപ്പം ചർച്ച നടക്കുന്നത് എന്താ, മറ്റു സമുദായങ്ങൾ സ്റ്റാർ തൂക്കാൻ പാടുണ്ടോ, ഓണത്തിന് ഭക്ഷണം കഴിക്കുന്നത് ശരിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുന്നേ, എവിടുന്ന് എവിടം വരെ എത്തിയിരിക്കുന്നു അല്ലേ? അത് എന്തായിരിക്കും കാരണം? എന്താണ് ഇങ്ങനെ കേരളം മാറാനുള്ള കാരണം? അത് മതസംഘടനകളാണോ ഉത്തരവാദിത്വം, അതോ നമ്മൾ തന്നെയാണോ ഉത്തരവാദി? അല്ലെങ്കിൽ ലോകം മാറുന്നതനുസരിച്ച് ഇപ്പം ട്രംപിനെ പോലുള്ളവർ ഓരോ രാജ്യത്തും വന്നിട്ട് ആ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മാത്രം പറയുന്ന പോലെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും സ്വന്തം മതക്കാർ മാത്രം മതി, അല്ലെങ്കിൽ ജാതി മാത്രം മതി, രാഷ്ട്രീയം മതി എന്നുള്ളൊരു ചിന്ത വരുന്നതാണോ? അതായത് ഇത് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ഒരു ഗ്ലോബൽ പ്രോസസ് ആണോ? അല്ല, ഞാൻ ട്രംപിൻ്റെ വിജയം തന്നെ വംശീയതയാണല്ലോ പറയുന്നത്. ലോകത്ത് ഒരു കാലത്ത് ഒരു ലെഫ്റ്റിസ്റ്റ് ഫോക്കസ്ഡായിട്ട് മുന്നോട്ട് പോയിരുന്ന ഒരു കാലം അസ്തമിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് റഷ്യയുടെ തകർച്ചയോടുകൂടി കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ തകർന്നുപോയി. അതോടുകൂടെ എന്ത് സംഭവിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പറയുന്ന റൈറ്റ് വിങ്ങിൻ്റെ വല്ലാത്ത സ്വാധീനം ലോകത്ത്. ഇവരൊക്കെ വംശീയത പറഞ്ഞാൽ വിജയിച്ചു വരുന്നത്. ട്രംപ് വംശീയതയെ പറയുന്നത്. ട്രംപ് ഇന്ത്യക്കാരെക്കുറിച്ച് മോശമായിട്ട് പറയും.
ട്രംപ് അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള മൈഗ്രൻസിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറയും. അവരെ ഞങ്ങൾ എതിർക്കും എന്ന് പറയും. അതായത് ഇവരൊന്നും സൗഹാർദ്ദം പറഞ്ഞിരുന്നവരല്ല ജയിച്ചു വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ആ ഗ്ലോബൽ പ്രോസസ്സിൽ നിന്നാണോ നമ്മുടെ നാട്ടിലോട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത്, അതോ ഓരോ ലോക്കൽ പ്രോസസ്സ് അത് ഗ്ലോബൽ അല്ല, പ്രോസസ്സായിട്ട് വളരുകയാണോ? 2 ലോക്കൽ പ്രോസസ്സ് അല്ല ഇതിൻ്റെ വാസ്തവം. ഒന്ന്, ലോകം ഒരു ഗ്ലോബലി അറ്റാച്ച്ഡായി ടെക്നോളജിയുടെ വളർച്ചയോടുകൂടി സ്വാഭാവികമായിട്ടും. സ്വാഭാവികമായിട്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്ന ഭക്ഷണ രീതികളൊന്ന് പരിശോധിച്ചു. ഉം. അറേബ്യൻ ഭക്ഷണ രീതി എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്നു? തീർച്ചയായിട്ടും. എത്ര പെട്ടെന്ന് വന്നു? മക്ഡൊണാൾഡ്സ് ഉൾപ്പെടെയുള്ള മക്ഡൊണാൾഡ്സ് ചെയിനുകൾ. എങ്ങനെ വന്നു? അമേരിക്കൻ KFC, മക്ഡൊണാൾഡ്സും എങ്ങനെ വന്നു? പിന്നെ അപ്പോൾ എനിക്ക് ഇവിടെ ഓർമ്മയുണ്ട് ഒരു സമയത്ത് 94-ൽ ഒറ്റ സ്ഥലത്ത് മാത്രമേ KFC ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ. ഇന്നിപ്പോ ഓരോ സിറ്റിയിലും ഓരോ ടൗണിലും KFC ഉണ്ട്. പിന്നെ KFCക്കെതിരെ സമരം ചെയ്തില്ലായിരുന്നു? എത്ര സമരം നടത്തിയിരുന്നു KFCക്കെതിരെ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പിന്നെ ഇത്തരം കാര്യങ്ങൾ, ഇത് അതിരുകൾ ഈ പറഞ്ഞ രൂപത്തിൽ നഷ്ടപ്പെടുത്താനും സാമ്രാജ്യത്വത്തിനും അതേപോലെ തന്നെ ഈ പറഞ്ഞ അമിതാധികാര ശക്തികൾക്കും ഈ മറ്റു സ്ഥലങ്ങളിലേക്ക് കടന്നു കയറാനുമുള്ള മാർഗങ്ങൾ പലതും ഉണ്ടായി പുതിയ ലോകത്ത്. മാത്രമല്ല, ഇപ്പം നമുക്കറിയാലോ, ഞാൻ കേൾക്കുന്ന റീൽസ് എന്താ? എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ റീൽസ്, എൻ്റെ മതത്തിൻ്റെ, എൻ്റെ സമുദായത്തിൻ്റെ, ഓരോരുത്തരും. അപ്പം മറ്റുള്ളത് കാണാനും കേൾക്കാനുള്ള എല്ലാ സൗകര്യം ഉണ്ടാകുമ്പോൾ പോലും ഇപ്പം നമ്മളിപ്പോൾ ഒരു സമുദായത്തിൻ്റെ റീൽസ് പ്രസംഗം കേട്ടാൽ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ഇടയിലേക്ക് അത് വരുവാണ്. അങ്ങനെയാണ് ഇത് ടെക്നോളജി അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളെ ഇങ്ങനെ എന്താ പറയുക, വംശീയമായി, ജാതീയമായി, മതപരമായി നമ്മളിങ്ങനെ സ്വയം കൂട്ടിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ഒരു പ്രധാനമന്ത്രി ഒരു പൊതുജനങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടില്ലേ ഇലക്ഷൻ കാലത്ത്? ഒരു പഞ്ചായത്ത് മെമ്പർ പോലും സംസാരിക്കാൻ കഴിയാത്ത വാക്കുകളല്ലേ അദ്ദേഹം പറഞ്ഞാൽ? എന്താ ഒന്ന് ആലോചിച്ച് നോക്കി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം പൂട്ടിയിടും. ഒരു പ്രധാനമന്ത്രി പ്രസംഗിക്കുക. നമ്മുടെ നാട്ടിലൊരു വാർഡ് മെമ്പർക്ക് അങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ എല്ലാ നിലക്കും, കാരണം ഇന്ന് ലോകത്ത് വംശീയത പറയുന്നവനാണ് വിജയിച്ചു പോകുന്നത്. ഹിറ്റ്ലർ നിലനിന്നത് എങ്ങനെയാണ്? അവസാനം ജനാധിപത്യ രീതിയിലൂടെ ഹിറ്റ്ലർ കടന്നു വന്നെങ്കിലും അദ്ദേഹം വംശീയത പറഞ്ഞിട്ടാണ്. പക്ഷേ ഹിറ്റ്ലർ ഒരിക്കലും 50% കിട്ടിയിട്ടില്ല കേട്ടോ. 50%, 30-27 ബോർഡറിൽ തന്നെ വോട്ടിംഗ് നിന്നിട്ടുള്ളത്. ഫ്രാക്ചേർഡ് അതാണ് കേരളത്തിൽ ഒറ്റ പാർട്ടി എന്ന നിലക്ക് പുള്ളിക്കാണ് കിട്ടിയിട്ടില്ല. ഒറ്റ പാർട്ടി ഇന്നലെ വന്നിട്ടുണ്ട്. പുള്ളിക്കാണ് അന്ന് ഭൂരിപക്ഷം കിട്ടിയത്. അങ്ങനെയാണ് കിട്ടിയത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഫ്രാക്ചേർഡ് മാൻഡേറ്റ്സ് ആണ് വരുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭയാണെങ്കിൽ ഫ്രാക്ചേർഡ് മാൻഡേറ്റ് ആയിരുന്നു ഓൾമോസ്റ്റ്. കാരണം 240 സീറ്റ്സോളം എന്താ പറയുക, ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഫുള്ളി ഒരു അക്സെപ്റ്റൻസ് ഇന്ത്യ എപ്പോഴും കൊടുത്തിട്ടില്ല. അവരുടെ സീറ്റ് കുറയുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു, ഞാൻ പറയാം, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തന്നെ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, ഞാനൊന്ന് വായിച്ചപ്പം 1919 കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം രേഖപ്പെടുത്തിയ ആദ്യ രാജ്യങ്ങളിലൊന്നാണ് അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാൻ്റെ പഴയ ചരിത്രം പരിശോധിച്ചാൽ നമ്മൾ നെട്ടിപ്പോവും. അവിടെ ഇപ്പോൾ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കാലം ഇത്ര മാറി. പക്ഷേ അഫ്ഗാനിസ്ഥാന്റെ ഇന്നത്തെ ഭരണകൂടവുമായിട്ട് എല്ലാവരും സെറ്റിൽ ചെയ്യണം. ഇന്ത്യ ഉൾപ്പെടെ എല്ലാവരും അത് അവരുമായിട്ട് ബന്ധം പുലർത്തുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. അത് യാഥാർത്ഥ്യമാണ്. അല്ല, ഞാൻ പറയുന്നതേ, ലോകത്തിൻ്റെ ഒരു മാറ്റം നമ്മൾ ബന്ധപ്പെടുന്നോ ഇല്ലേ എന്നുള്ളത് നമ്മൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ടത്, വിമർശിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. യാതൊരു തർക്കവും ഇല്ല. അപ്പം അങ്ങനെ സ്ട്രാറ്റജിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മളും കോംപ്രമൈസ് ചെയ്യുന്നത്, ഇന്ത്യൻ ഇൻട്രസ്റ്റ് കൂടെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അതെ. ഏതായാലും അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഫാദറിന്റെ ഒരു ഗൈഡൻസ് എങ്ങനെ ഉണ്ടായിരുന്നു പൊളിറ്റിക്സ് വരാൻ സമ്മതിച്ചോ? ഒരിക്കലും എന്നെ സമ്മതിച്ചിട്ടില്ല. അതായത്, പക്ഷേ ഞാൻ സ്കൂൾ തലത്തിൽ ഈ പറഞ്ഞ പോലെ, ഈ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് രാഷ്ട്രീയം ഉണ്ടല്ലോ, നമ്മളെ ബ്ലഡിൽ ഈ സാധനം ഉണ്ടല്ലോ, രാഷ്ട്രീയം. ഞാൻ പിന്നെ എനിക്ക് ഓർമ്മ വെച്ച മുതൽ ഞാൻ ക്ലാസ് ലീഡറാണ്. 3-ാം ക്ലാസ്സിൽ ലീഡറാണ്, 4-ൽ ലീഡറാണ്. 4 ഞാനൊരു LP സ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ സ്കൂൾ ലീഡറായി 4-ാം ക്ലാസ്സിൽ. പിന്നെ എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഈ അസംബ്ലിക്ക് നമ്മൾ കൈ ഉയർത്തിപ്പിടിച്ചിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പ്രതിജ്ഞ ചൊല്ലി കൊടുക്കണം. അന്ന് മലയാള പുസ്തകത്തിലും സാമൂഹ്യ പാഠം പുസ്തകത്തിലും ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരനും സഹോദരി. എനിക്കത് വായിക്കുമ്പോൾ എപ്പോഴും തെറ്റിപ്പോവും.
എന്നിട്ട് എച്ചമ്മ എന്നെ എപ്പോഴും വഴക്ക് വഴക്ക് പറയും. കൊടുക്കും. അവസാനം ഞാനതിരുന്നങ്ങ് കാണാതെ പഠിച്ചു ഒരു പ്രാവശ്യം. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഈ 4ാം ക്ലാസ്സിലാകുമ്പോൾ. പിന്നെ 5ാം ക്ലാസ് മുതൽ ഞാൻ എപ്പോഴും ക്ലാസ് ലീഡറാണ്. 10ാം ക്ലാസ് എത്തിയപ്പോൾ സ്കൂൾ ലീഡറായി. ഒരു വർഷം 8ാം ക്ലാസ്സിൽ നിന്ന് ക്ലാസ് ലീഡറായി മത്സരിച്ച് പരാജയപ്പെട്ടു. 10ന്ന് സ്കൂൾ ലീഡറായി. അന്ന് സ്കൂൾ ലീഡറായ സമയത്ത് ഇവരെന്നെ താലൂക്ക് സെക്രട്ടറി ആക്കി KSU. അച്ഛൻ എപ്പോഴെങ്കിലും സ്കൂളിൽ വന്നിട്ടുണ്ടോ? അതെനിക്ക് അറിയേണ്ട ഒരു കാര്യം. എനിക്ക് വേണ്ടി ആ എന്നെ സ്കൂളിൽ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, പുള്ളി നമ്മളായിട്ടുള്ള വലിയ ബന്ധം എപ്പോഴാ അറിയോ? പുള്ളി വീട്ടിൽ വരുമ്പോൾ കുറേ ആളുണ്ടാവും. വൈകുന്നേരമായിരിക്കും, രാത്രിയായിരിക്കും വരിക. പൊതുയോഗം എവിടെയെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും പുള്ളി വരിക. വന്ന് വീട്ടിൽ കുറേ ആളുകളുണ്ടാവും. അപ്പം എന്ന് ഭക്ഷണം കഴിച്ച് അപ്പം നമ്മളപ്പോഴേക്കും നമ്മൾ ഉറങ്ങിക്കാണും. രാവിലെ പോകാൻ നേരത്തെ നമ്മുടെ ഇങ്ങനെ പുറകിലിങ്ങനെ കൊട്ടിയിട്ട് പറയും, എടാ തടിയൊക്കെ നന്നായല്ലോ, തടിയൊക്കെ ഉഷാറായല്ലോ എന്നൊക്കെ പറയും. ശരീരമൊക്കെ ഉഷാറാക്കി, നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ എന്ന് പറയും. ആ കാര്യത്തിൽ പക്ഷെ നമ്മൾ ഓൾമോസ്റ്റ് സെയിമാ. തീർച്ചയായിട്ടും. എൻ്റെ അതെ. സ്കൂളിൽ വന്നിട്ടേ ഇല്ല. ഇല്ലല്ലോ. കോളേജിൽ എന്നെ കൊണ്ടുവിടാൻ വേണ്ടി ആ, ഒന്ന് വന്നു. ആ, പിന്നെ അങ്ങോട്ട് നോക്കിയിട്ടേ ഇല്ല. ഇല്ല. പിന്നെ ഞാൻ MAക്ക് LLB കഴിഞ്ഞ് പിന്നെ ഞാൻ MAക്ക് പോയി. ആ, അപ്പോൾ MAക്ക് ഞാൻ എന്ത് ചെയ്തു, ഉം, ഞാൻ നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഒരു ACC സെഷൻ, ACCയുടെ പരിപാടി ഡൽഹി നടക്കാം, CM. അപ്പം ഞാൻ നിർബന്ധം പറഞ്ഞിട്ട് എൻ്റെ റൂം കാണിക്കാൻ, ചുമ്മാ എനിക്ക് അതെ. വേറെ ഒന്നുമില്ല, എനിക്കൊരു നിർബന്ധം ഒന്ന് കൊണ്ടുവരണം. ആ, ആ നിർബന്ധത്തിൽ വഴങ്ങി എൻ്റെ റൂം വരെ ഒന്നിക്ക് വന്നു. അതല്ലാതെ ഈ 2 ഒക്കേഷൻ അല്ലാതെ എൻ്റെ സ്കൂൾ നോക്കിയിട്ടേ ഇല്ല. കോളേജിൽ ഈ 2 പ്രാവശ്യം ഇങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ ഇതുവരെ എവിടെയും പിന്നെ വന്നിട്ടില്ല. ക്രൈസ്റ്റിൽ ഒരിക്കൽ സ്കൂളിൽ വന്നില്ല, കോളേജിൽ വന്നിട്ടില്ല, എവിടെയും വന്നിട്ടില്ല. എൻ്റെ പിന്നെ ഞാൻ അമ്മയാണോ അപ്പോൾ എല്ലാ കാര്യം? എല്ലാം അത് വീട്ടിലെ സംവിധാനം അങ്ങനെയാണ്. അമ്മ വരുമായിരുന്നു, സ്കൂളിൽ വരുമായിരുന്നു. അമ്മ സ്കൂളിൽ PTA മീറ്റിംഗ് ആദ്യം നിങ്ങൾക്ക് PTA മീറ്റിംഗ് ഉണ്ടോ? സ്കൂൾ കാലത്ത് അന്നൊന്നും ഇല്ലല്ലോ. അന്ന് MT ഒന്നും അങ്ങനെ സജീവമല്ലല്ലോ. അന്ന് ആദ്യകാലത്ത് വന്നിരുന്നു. പിന്നെ നമുക്ക് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാർ, അല്ലെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ അനിയൻ, നമ്മളെ എളാപ്പ എന്ന് പറയും. നിങ്ങൾ എന്താ പറയുക, ഒരു നമ്മൾ കൊച്ചപ്പ. കൊച്ചാപ്പ എന്ന് പറയുന്നത്. ആ കൊച്ചാപ്പയാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെയായിരുന്നു. ഇവിടെ പിന്നെ എല്ലാം അമ്മ തന്നെയായിരുന്നു. അമ്മ സ്കൂളിൽ വരുന്ന അമ്മയായിരുന്നു, ആണല്ലേ? കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അമ്മയായിരുന്നു. മീറ്റിങ്ങിനൊക്കെ വരും. മീറ്റിംഗ് എല്ലാം വരും. ആ. എല്ലാം അതൊരു പ്രശ്നമാണല്ലോ മീറ്റിംഗ്. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തമ്മിലുള്ള ഒരു ഏജ് വ്യത്യാസമുണ്ടോ. ഞാൻ പഠിക്കുന്ന കാലത്തൊന്നും ഈ മീറ്റിംഗ് ഒന്നും പ്രോപ്പർ മീറ്റിംഗ് ഇല്ല. PTA മീറ്റിംഗ്സ് PTA മീറ്റിങ്സ് ഇല്ല. പിന്നെ മാത്രമല്ല, ഈ ഒരു ഗവൺമെൻറ് സ്കൂളിലൊന്നും ഇപ്പോഴത്തെ പോലെ PTA ഒന്നും അത്ര സജീവമൊന്നുമില്ലല്ലോ ആ കാലത്ത്.